ഹലോ, എന്താ ഉണ്ട്? എന്ത് പറ്റിയടാ? എന്താ നീ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എന്താടാ, എന്താ നിന്റെ പ്രശ്നം എന്താ ആദ്യം പറ. ഒന്നും പറയണ്ട, ആകെ മൊത്തം പ്രശ്നമാണ്. ഓഫീസിലായാലും വീട്ടിലായാലും ഒന്നും എനിക്ക് അങ്ങ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് വീട്ടിൽ ഇതിന് മാത്രം നിനക്ക് പ്രശ്നം എന്തുവാ? അതുകൊണ്ട് നീ ഓഫീസിൽ പോകുന്നുണ്ടല്ലേ നിന്റെ ഈ പ്രശ്നം? വീട്ടിലെ പ്രശ്നം എന്തുവാ? വീട്ടിലിപ്പോ അപ്പനും വയ്യ, അമ്മക്കും വയ്യ, അവരെ നോക്കാനാണെങ്കിൽ ആരും ഇല്ലാതാനും. ഇപ്പൊ നല്ലൊരാളെ വെക്കാനാണെങ്കിൽ തന്നെ അവര് മര്യാദക്ക് പണി അറിയാവുന്നവരാണോ, മര്യാദക്ക് നോക്കോ ഇല്ലയോ ഒന്നും അറിയില്ല. നീ ഒരു ഏജൻസിയിൽ വിളിച്ചു നോക്കിയിട്ട് ആരെങ്കിലും കൊണ്ട് ജോലിക്ക് കൊണ്ടുവരാൻ നോക്കലായിരുന്നു? ഇപ്പൊ ആൾക്കാരൊക്കെ നോക്കുന്നവരൊക്കെ ഉണ്ടല്ലോ. എടാ, ഇതിനൊക്കെ ഇപ്പൊ ഒരുപാട് ഏജൻസികളൊക്കെ ഇല്ലേ ഇങ്ങനെയൊക്കെയുള്ള സ്റ്റാഫിനെ തരാൻ വേണ്ടിട്ട്? അങ്ങനെയൊക്കെ ഉള്ളിടത്തൊന്നും നീ ആരെങ്കിലും സ്റ്റാഫിനെ ആരെങ്കിലും നോക്കണം, വീട്ടിൽ അപ്പനെ അമ്മയെ നോക്കാൻ വേണ്ടിട്ട്. ഇല്ല, ഏജൻസിയൊക്കെ അതൊക്കെ നോക്കിയതാണ്, ഒന്നും നടപടിയായില്ല. വന്നവർക്ക് പണി അറിയില്ല. ഇപ്പൊ അപ്പനാണെങ്കിൽ ഷുഗറും പ്രഷറും എല്ലാം ഉണ്ട് താനും. ഇതിന്റെ കോഴ്സ് ഒക്കെ പഠിച്ചിറങ്ങിയവരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ, അവരെയൊക്കെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലല്ലോ. ഇനി കോഴ്സ് ഒക്കെ ഉണ്ടോ? പിന്നെ ഇതിന് കോഴ്സുകളും അത് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനും ഒക്കെ ഉണ്ട്. നീ കേട്ടില്ല ഡ്രീം സ്ട്രീറ്റ് ട്രെയിനിങ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട്? അവിടെ ഇതിന്റെ കോഴ്സുകളും നല്ല ട്രെയിനിങ്ങും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഹോ, അങ്ങനെയാണെങ്കിൽ ഇനി ആൾക്കാരെ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും സർട്ടിഫിക്കേഷൻ ഉള്ള ആൾക്കാരെ നോക്കി എടുത്താൽ മതിയല്ലേ? തീർച്ചയായിട്ടും അവിടേക്ക് ഇന്റർനാഷണൽ ബോർഡ് ലെവൽ സർട്ടിഫിക്കേഷൻസ് ഒക്കെയാണ് കൊടുക്കുന്നത്. നല്ല ട്രെയിനിങ്ങും ഒക്കെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളാണ് അതൊക്കെ. നീ അവിടെ നിന്നൊക്കെ ആൾക്കാരെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിനക്ക് നല്ലതായിരിക്കും. അപ്പൊ നീ ടെൻഷൻ ഫ്രീ ആവും. അപ്പൊ ഹാപ്പി ആയില്ലേ? അതെ. ഓക്കെ.